എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പോഷ് ആക്ടിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് പോഷ് ആക്ട് അപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ഥാപനത്തിൽ 10 അതിൽ കൂടുതലും എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പോഷ് ആക്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ പോഷ് ആക്ട് അപ്ലിക്കബിൾ ആണ്. നിങ്ങൾ പോഷ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്ഥാപനത്തിൽ 10 അതിൽ കൂടുതലും എംപ്ലോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്യണം? പോഷ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു സംശയം, ഈ 10 എംപ്ലോയീസും ഫീമെയിൽ എംപ്ലോയീസിനെയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അല്ല, അതിൽ ഫീമെയിലും ഉണ്ടാകാം മെയിലും ഉണ്ടാകാം, രണ്ടും കൂടി 10 എംപ്ലോയിന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ഓൺലി ഫീമെയിൽ സ്റ്റാഫ് മാത്രം 10 സ്റ്റാഫ് ഉണ്ടാകണം എന്നല്ല പറയുന്നത്. മെയിൽ ഓർ ഫീമെയിൽ ഇത് രണ്ടും കൂടി 10 കൂടുതൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്യണം? നിങ്ങൾ നിർബന്ധമായും പോഷ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പോഷ് ആക്ട് എന്ന് ചോദിച്ചാൽ, സ്ത്രീകൾക്ക് തൊഴിൽ സ്ഥലങ്ങളിൽ നേരിടുന്ന ലൈംഗികാക്രമത്തിനെതിരെ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണത്തിനെതിരെ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആക്റ്റാണ് പോഷ് ആക്ട്. അതായത് സ്ത്രീകൾക്ക് തൊഴിൽ സ്ഥാപനങ്ങളിൽ അതിൻ്റെ ലൈംഗിക അക്രമം എന്നുള്ളത് ഒരുപാട് വൈഡായിട്ടുള്ള സംഭവമാണ്. വാക്കുകൾ, അത് ലൈംഗിക ചൊവ്വയുള്ള സംസാരം, നോൺ വെർബൽ അങ്ങനെ ഒരുപാട് ആക്ടിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് എന്താണ് എന്നുള്ളത്. അപ്പോൾ അതിനെതിരെ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പോഷ് ആക്ടിൻ്റെ പ്രധാന ഉദ്ദേശം. അവരെ തൊഴിൽ സ്ഥലങ്ങൾ അവരെ സെക്യൂർഡ് ആക്കുക, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പോഷ് ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എംപ്ലോയിക്ക് മാത്രമല്ല, ഇപ്പം എംപ്ലോയർ അവർ സ്ത്രീകളാണെങ്കിൽ അവരെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആക്റ്റാണ്. അതേപോലെ ആ സ്ഥാപനത്തിൽ വിസിറ്റേഴ്സായ സ്ത്രീകൾക്ക് എന്തെങ്കിലും ആ സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും നേരിട്ടാൽ ആ വിസിറ്റേഴ്സിനും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആക്റ്റാണ് പോഷ് ആക്ട് എന്നുള്ളത്. അപ്പോൾ നിർബന്ധമായി നിങ്ങളുടെ സ്ഥാപനത്തിൽ 10 അതിൽ കൂടുതലോ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം? പോഷ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. പോഷ് ആക്ടിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളൊരു ഇൻറ്റേർണൽ കമ്മിറ്റി രൂപീകരിക്കണം. ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ ഒരു 50% ഫീമെയിൽ മെമ്പേഴ്സ് ഉണ്ടാകണമെന്നേ പറയുന്നത്. പിന്നെ അതിൽ ബാക്കി 50% എന്താണെന്ന് ലോ പറയുന്നില്ല. അത് മെയിൽ ഉണ്ടാകാം, അങ്ങനെ ആയിരിക്കാം. 50% നിർബന്ധമായും എന്തുണ്ടായിരിക്കണം? ഫീമെയിൽ എംപ്ലോയീസ് ഉണ്ടായിരിക്കണം, ഫീമെയിൽ ലേഡീസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അതിൽ ബാക്കിയുള്ള 50% ആരായിരിക്കണം എന്ന് ലോ പറയുന്നില്ല. അതിൽ മെയിലും ഉണ്ടാകാം ഫീമെയിലും ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്ഥാപനത്തിൽ 10 കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പോഷ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ചെയ്തിട്ടില്ല എങ്കിൽ വലിയ പെനാൽറ്റിയാണ്, 50,000 രൂപയൊക്കെ പെനാൽറ്റി ഉണ്ടായിരിക്കും. രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, ഇതിൻ്റെ ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി രൂപീകരിക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ സ്ഥാപനത്തിൽ 10 അതിൽ കൂടുതൽ എംപ്ലോയി ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പോഷ് ആക്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. മറ്റുള്ളവർ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാതിരിക്കാനുള്ളൊരു ന്യായമായി കാണരുത്. അപ്പോൾ പലരോടും സംസാരിക്കുമ്പോഴും അവർ ചെയ്യുന്നില്ലല്ലോ, ഇവർ ചെയ്യുന്നില്ല, പിന്നെ ഞാൻ ചെയ്യുന്നത് എന്നുള്ളതല്ല. നിയമം അനുസരിക്കേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.